നിങ്ങളെല്ലാവരും ഈ ന്യൂസ് കണ്ടു കാണുമല്ലോ അല്ലേ? ഗർഭസമയത്ത് അമ്മയ്ക്കുണ്ടാവുന്ന സങ്കടം, സ്ട്രെസ് എന്നിവ അമ്മയെ മാത്രമല്ല തീർച്ചയായിട്ടും കുട്ടിയെയും ബാധിക്കുന്നുണ്ട്. ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും കുട്ടിയുടെ ലൈഫ് ലോങ് ഹെൽത്ത്, ഡെവലപ്മെന്റ്, ഫങ്ഷനിങ് എന്നിവയെ അമ്മയുടെ മാനസിക സമ്മർദ്ദം ബാധിക്കുന്നുണ്ട്. മാസം തികയാതെയുള്ള പ്രസവം, കുഞ്ഞിന്റെ തൂക്കക്കുറവ്, വളർച്ചയില്ലായ്മ, അൺപ്ലാൻഡ് സിസേറിയൻ സെക്ഷൻ എന്നിവയ്ക്ക് ഇത് കാരണമാവുന്നുണ്ട്. ഇത്തരം ഒരു അവസ്ഥയിൽ കുട്ടിക്ക് വർഷങ്ങളോളമുള്ള ശാരീരികമായിട്ടുള്ള ഡെവലപ്മെന്റൽ ഡിലേസും കാണുന്നുണ്ട്. മാത്രമല്ല ആസ്മ, അലർജി പോലെയുള്ള അസുഖങ്ങളും ഇമ്മ്യൂണിറ്റി കുറയുന്നത് മൂലം മറ്റ് അസുഖങ്ങളും വരാൻ സാധ്യതയുണ്ട്. ഇത്തരം ഒരു അവസ്ഥയിൽ ജനിക്കുന്ന കുട്ടികൾക്ക് ലേണിംഗ് എബിലിറ്റി, മെമ്മറി പവറും ഒക്കെ കുറയുന്നതായിട്ട് കാണുന്നുണ്ട്. മാത്രമല്ല ആങ്സൈറ്റി ഇഷ്യൂസും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇനിയിപ്പോൾ അമ്മയിലേക്ക് വരുമ്പം സ്ട്രെസ് ഹോർമോണായിട്ടുള്ള കോർട്ടിസോൾ അമ്മയുടെ ബോഡിയിൽ അധികം റിലീസ് ചെയ്യപ്പെടുകയും ഇത് പ്രഗ്നൻസിക്ക് വളരെ ആവശ്യമായിട്ടുള്ള ഈസ്ട്രജനെയും പ്രൊജസ്ട്രോണെയും ബാധിക്കുകയും ചെയ്യുന്നുണ്ട്. ഉറക്കമില്ലായ്മ, ഇമ്മ്യൂണിറ്റി കുറയുക, ഇതുവഴി മറ്റ് അസുഖങ്ങൾ, കോൺസ്റ്റിപ്പേഷൻ, അസിഡിറ്റി, ഹൈ BP എന്നിവയ്ക്ക് ഇതൊരു കാരണമാണ്. മാത്രമല്ല ഇത് അമ്മയിൽ മൂഡ് സ്വിങ്സ് ഉണ്ടാക്കുകയും ഇതുവഴി ഡിപ്രഷനിലേക്ക് പോവുകയും ചെയ്യുന്നു. ഇനി ഇങ്ങനൊരു അവസ്ഥയിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ നോക്കാം. രാത്രി കിടക്കുന്നതിന് മുന്നേ ഒരു ഗ്ലാസ് ചെറു ചൂട് പാലിൽ ഒരു നുള്ളു കുങ്കുമപ്പൂ ഇട്ട് കുടിക്കുന്നത് വളരെ നല്ലതാണ്. തലേന്ന് രാത്രി വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ച ബദാം കഴിക്കുന്നതും അവക്കാഡോ കഴിക്കുന്നതും ഒക്കെ വളരെ നല്ലതാണ്. ആൻറ്റി ഓക്സിഡൻറ്റ് റിച്ച് ആയിട്ടുള്ള ബെറീസും, അതായത് സ്ട്രോബെറി, ബ്ലൂബെറി പോലെയുള്ളവയും കഴിക്കാവുന്നതാണ്. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ കഫീൻ്റെ ഉപയോഗം വളരെയധികം കുറയ്ക്കാൻ ശ്രദ്ധിക്കുക, പ്രത്യേകിച്ച് വൈകുന്നേരങ്ങളിൽ. തണുത്തതും ഡ്രൈ ആയിട്ടുള്ള ഫുഡ് ഒഴിവാക്കിക്കൊണ്ട് ഫ്രഷ് ആയിട്ട് കുക്ക് ചെയ്ത ഫുഡ് കഴിക്കാൻ ശ്രദ്ധിക്കുക. ഈ ഒരു അവസ്ഥയിൽ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം ഹെഡ് ആൻഡ് ബോഡി മസാജാണ്. കുളിക്കാൻ പോകുന്നതിന് ഒരു അരമണിക്കൂർ മുന്നേ ധാന്വന്തരം തൈലം ഇട്ട് ബോഡി മസാജ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ഇത് സ്ട്രെച്ച് മാർക്സ് കുറയ്ക്കാനും വളരെ ഹെൽപ്ഫുൾ ആണ്. തലയിൽ തേക്കാൻ ഏത് എണ്ണയാണോ ഉപയോഗിക്കുന്നത് അത് വെച്ച് തന്നെ ചെറിയൊരു ഹെഡ് മസാജും കൊടുക്കാം. സിമ്പിൾ ആയിട്ടുള്ള ഡീപ്പ് ബ്രീത്തിങ് എക്സസൈസുകൾ ഈ സമയത്ത് പ്രാക്ടീസ് ചെയ്യാം. മാത്രമല്ല മെഡിറ്റേഷനും ചെയ്യാവുന്നതാണ്. ഒരു പോസിറ്റീവ് എനർജി അമ്മയിലേക്ക് വരുന്നതും അത് കുഞ്ഞിലേക്ക് ചെല്ലുന്നതും ചുറ്റും പോസിറ്റിവിറ്റി നിറയുന്നതുമായിട്ട് ഇമാജിൻ ചെയ്യുക. നിങ്ങളുടെ പാർട്ട്ണറോ മകളോ സഹോദരിയോ ഒക്കെ ഇത്തരം ഒരു അവസ്ഥയിലാണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ഒപ്പം നിൽക്കുക, അവരെ ഹെൽപ്പ് ചെയ്യുക.